നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ഡിഗ്രീസ് ഇൻ ഡയഗ്രാഫ് ആണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടി, എ ഡയഗ്രാഫ് വിത്ത് നോ പാരലൽ എഡ്ജസ് ഓർ സെൽഫ് ലൂപ്സ് ഈസ് കോൾഡ് ആസ് ദ സിമ്പിൾ ഡയഗ്രാഫ്. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അകത്ത് സെൽഫ് ലൂപ്പോ പാരലൽ എഡ്ജുകളോ ഇല്ലെങ്കിൽ ആ ഡയഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡയഗ്രാഫ് എന്ന്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രീസ് ഇൻ ഡയഗ്രാഫ്. ഡയഗ്രാഫിന് 2 ഡിഗ്രി ഉണ്ട്, ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും. ഇൻ ഡിഗ്രിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് d-(-v) ആയിട്ടും ഔട്ട് ഡിഗ്രീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് d+(v) ആയിട്ടാണ്. ഇൻ ഡിഗ്രി ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് കമ്മിങ് ഇൻ ടു ദാറ്റ് വെർട്ടെക്സ്. ആ വെർട്ടെക്സിലേക്ക് വരുന്ന എഡ്ജസിൻ്റെ നമ്പറാണ് ഇൻ ഡിഗ്രി. വേറസ് ഔട്ട് ഡിഗ്രി ഈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഗോയിങ് ഔട്ട് ഓഫ് വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിലേക്ക് വരുന്ന എഡ്ജസിൻ്റെ എണ്ണമാണ് ഇൻ ഡിഗ്രി. ആ വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് പോകുന്ന എഡ്ജസിൻ്റെ എണ്ണമാണ് ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് വെച്ചാൽ അതിലേക്ക് ഒരു എഡ്ജും ഉണ്ടാവില്ല. സോ ഇൻ ഡിഗ്രിയും 0 ആയിരിക്കും, അതിൻ്റെ ഔട്ട് ഡിഗ്രിയും 0 ആയിരിക്കും. വേറെ പെൻഡൻറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. അതായത് ഒന്നല്ലെങ്കിൽ ഇൻ ഡിഗ്രി 1ഉം ഔട്ട് ഡിഗ്രി 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ഡിഗ്രി 0യും ഔട്ട് ഡിഗ്രി 1ഉം ആയിരിക്കും. ഓക്കെ അല്ലേ? അതുപോലെ ആ വെർട്ടെക്സിൻ്റെ ഇൻ ഡിഗ്രി 0 ആണെങ്കിൽ ആ വെർട്ടെക്സിനെ നമ്മൾ സോഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മളതിനെ സിങ്ക് എന്ന് വിളിക്കും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻ ഡിഗ്രി 0 ആണെങ്കിൽ സോഴ്സ് എന്നും ഔട്ട് ഡിഗ്രി ആണ് 0 എങ്കിൽ അതിനെ സിങ്ക് എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും കാൽക്കുലേറ്റ് ചെയ്യാം. V1 എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് ആകെ ഒരു എഡ്ജാണ് V3യിൽ നിന്ന്. സോ ഇൻ ഡിഗ്രി ഓഫ് V1 ഈസ് 1. വേറസ് ഔട്ട് ഡിഗ്രി ഓഫ് V1 ഈസ് 2. അതായത് V3യിലേക്കും V2യിലേക്കും എഡ്ജ് പോയിട്ടുണ്ട്. ഇനി V2ൻ്റെ ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. V2ൻ്റെ ഔട്ട് ഡിഗ്രി എന്ന് പറയുന്നതും 2 ആണ്. V3യിലേക്കും V4യിലേക്കും എഡ്ജ് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് V3യുടെ കേസിലും. V3യിലേക്കുള്ള ഇൻ ഡിഗ്രി എന്ന് പറയുന്നത് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 എഡ്ജസാണ്. V1ൽ നിന്നും V2യിൽ നിന്നും V4ൽ നിന്നും. ഔട്ട് ഡിഗ്രി 2 ആണ്. V6ലേക്കും V1ലേക്കുമാണ് പോയിട്ടുള്ളത്. ഇങ്ങനത്തെ സെയിം വേയിലാണ് നമ്മൾ V4ൻ്റെയും V5ൻ്റെയും V6ൻ്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു തിയറം കൂടിയുണ്ട്. ഇൻ എ ഡയഗ്രാഫ് G, സം ഓഫ് ഇൻ ഡിഗ്രീസ് ആൻഡ് സം ഓഫ് ഔട്ട് ഡിഗ്രീസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ്. ഇൻ ഡിഗ്രീസിൻ്റെയും ഔട്ട് ഡിഗ്രീസിൻ്റെയും എണ്ണം നമ്പർ ഓഫ് എഡ്ജസിനോട് ഈക്വൽ ആയിരിക്കുമെന്ന്. ഇത് നമ്മൾക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വെർട്ടെക്സ് ഉണ്ടാകുന്ന വിചാരിക്കുക, വിയും യുവും. നമുക്കറിയാം ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് വിയിൽ നിന്ന് യുയിലേക്കാണ് ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ വിക്ക് ഒരു ഇൻ ഡിഗ്രി ആണുള്ളത്, യുവിന് അതൊരു ഔട്ട് ഡിഗ്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ യുയിൽ നിന്നും ആ എഡ്ജ് ഡയറക്ഷൻ മറ്റൊരു വെർട്ടെക്സിലേക്ക് പോവുകയാണ്. അപ്പോൾ യുവിന് ഔട്ട് ഡിഗ്രി ഈക്വൽ ടു 1ഉം വിന് ഇൻ ഡിഗ്രി ഈക്വൽ ടു 1ഉം കിട്ടുവാണ്. വേറസ് യുയിൽ നിന്ന് വിയിലേക്കാണ് ഡയറക്ഷൻ പോകണമെങ്കിൽ സെക്കൻഡ് കേസിൽ യുവിന് ഔട്ട് ഡിഗ്രി 1ഉം വിക്ക് ഇൻ ഡിഗ്രി 1ഉം കിട്ടുവാണ്. നമുക്ക് ഗ്രാഫിൽ അറിയാം ദ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ദ വെർട്ടീസസ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പോൾ സം ഓഫ് ഇൻ ഡിഗ്രീസ് ആൻഡ് ഔട്ട് ഡിഗ്രീസ് കൂടുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കുന്ന തിയറം അനുസരിച്ച് സം ഓഫ് ഡിഗ്രീസ് ഓഫ് വെർട്ടീസസ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ്. എന്നാൽ ഇപ്പോൾ ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ ഡിഗ്രിയാണ് ട്വൈസ് ആയിട്ട് വരാം, ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഉള്ളതുകൊണ്ട്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ്. ദാറ്റ് ഈസ് സിഗ്മ സമ്മേഷൻ ഓഫ് ഇൻ ഡിഗ്രി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഔട്ട് ഡിഗ്രി ഈക്വൽ ടു എഡ്ജസ് ആണ് വരാം. ഓക്കെ അല്ലേ? സമ്മേഷൻ ഓഫ് ഇൻ ഡിഗ്രി പ്ലസ് സമ്മേഷൻ ഓഫ് ഔട്ട് ഡിഗ്രി ഈക്വൽ ടു ദ നമ്പർ ഓഫ് എഡ്ജസ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐസോമോർഫിക് ഡയഗ്രാഫ്സ് എന്താണെന്നാണ്. നമുക്കറിയാം 2 ഡയഗ്രാഫ്സ് ഐസോമോർഫിക് ആവണമെങ്കിൽ ഓൾറെഡി ഒരു ഗ്രാഫ് ഐസോമോർഫിക് ആവാനുള്ള 3 കണ്ടീഷനുണ്ട്. സെയിം നമ്പർ ഓഫ് വെർട്ടീസസ്, സെയിം നമ്പർ ഓഫ് എഡ്ജസ്, അതേപോലെ വെർട്ടീസസ് ഹാവിങ് ഈക്വൽ ഡിഗ്രി. അതുകൂടാതെ ഒരു കണ്ടീഷനും കൂടെ ഉള്ളൂ, ദ ഡയറക്ഷൻ ബിറ്റ്വീൻ എഡ്ജസ് മസ്റ്റ് ബി സെയിം. ഓക്കെ അല്ലേ? 2 ഡയഗ്രാഫ്സ് ഐസോമോർഫിക് ആവണമെങ്കിൽ അവർക്കിടയിലുള്ള ഡയറക്ഷൻസും കൂടി സെയിം ആവണം. ഇതാണ് കണ്ടീഷൻ. നമുക്ക് ഈ 2 ഗ്രാഫും ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2ൻ്റെയും വെർട്ടീസസ് നോക്കുകയാണെങ്കിൽ 4 ആണ്, എഡ്ജസ് 4 ആണ്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ
V1-ൽ നിന്ന് V2-ലേക്ക് പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് സെക്കൻഡ് ഗ്രാഫിലും. V2-ൽ നിന്ന് V3-ലേക്ക് ഫസ്റ്റ് ഗ്രാഫിൽ പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് സെക്കൻഡ് ഗ്രാഫിലേക്കും. അതുപോലെ തന്നെയാണ് V3-ൽ നിന്ന് V4-ലേക്ക് പോകുന്നതും V4-ൽ നിന്ന് V1-ലേക്ക് പോകുന്നതും. Therefore we can say that these two graphs are isomorphic. അതേപോലെ നമുക്ക് വേറെ 2 ഗ്രാഫ്സ് തന്ന് അത് ഐസോമോർഫിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർ ദീസ് 2 ഗ്രാഫ്സ് ഐസോമോർഫിക്? നമുക്ക് നോക്കാം. നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രാഫിലും സെക്കൻഡ് ഗ്രാഫിലും 4 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നതും 2 ഗ്രാഫിലും 3 ആണ്. ഇനി ഓരോ വേർട്ടക്സിൻ്റെയും ഡിഗ്രി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ വേർട്ടക്സിൻ്റെയും ഡിഗ്രി എന്ന് വെച്ചാൽ V1-നും V4-ൻ്റെയും ഡിഗ്രി 1 ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ U4-നും U1-നും ഡിഗ്രി 1 ആണ്. V2-നും V3-ക്കും ഡിഗ്രി 3 ആണ്. അതുപോലെ തന്നെ U3-ക്കും U2-നും ഡിഗ്രി 3 ആണ്. ഇനി നമുക്ക് ഡയറക്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഡയറക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ V2-ൽ നിന്ന് V3-ലേക്ക് പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് U3-ൽ നിന്ന് U2-ലേക്ക് പോകുമ്പോൾ. V1-ൽ നിന്ന് V2-ലേക്ക് പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് U1-ൽ നിന്ന് U3-ലേക്ക് പോകുമ്പോൾ. V3-ൽ നിന്ന് V4-ലേക്ക് പോകുന്ന ഡയറക്ഷനാണ് U2-ൽ നിന്ന് U4-ലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഡയറക്ഷൻസ് ഓഫ് ദ എഡ്ജസ് ആർ ഓൾസോ സെയിം. Therefore we can say that these two graphs are isomorphic.